ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ ഹൈ കോളർ നെക്കിൻ്റെ അവിടെ നല്ല കുറച്ച് കയറിയിരിക്കുന്ന ഒരു മോഡലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഇവിടെ അതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ രീതിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഞാൻ അത് കാണിക്കാം. അപ്പം നമ്മൾ ആരുടെ സൈസ് ആയാലും നമ്മൾ നോർമലി ഇത്രയും മെഷർമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഇതുപോലെ 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു ചെറിയ ബോക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഒരു 0.5 ഇഞ്ചസ് വരുന്ന ഒരു ചെറിയൊരു കർവ് പോലെ കൊടുക്കുക. ഇനി താഴേക്ക് നമ്മൾ ഒരു 10 ഇഞ്ച് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ 10 ഇഞ്ചസ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മേലത്തെ ആ പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ മെഷർ ചെയ്ത് വെച്ചേക്കുന്ന ആ 10ലേക്ക് ഒരു ചെറിയ കേർവ് പോലെ കൊടുത്തിട്ട് ഒരു ഇഞ്ചിൻ്റെ ഒരു കേർവ് പോലെ കൊടുത്തിട്ട് ആ രണ്ട് ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റ് നോക്കുക. നമ്മുടെ കറക്റ്റ് വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാനറിയാമല്ലോ. അപ്പോൾ ആ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ ഓൺ ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷനിൽ നിന്ന് വെളിയിലേക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഒരു കർവ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് കർവ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിലൂടെ കിട്ടും. ഇനി താഴെ നമ്മൾ ഇതുപോലെ അകത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ വേസ്റ്റിൻ്റെ അവിടെ നമ്മളെടുത്ത 4 ഇഞ്ചും പുറത്തേക്ക് എടുത്ത 4 ഇഞ്ചും ഈ അകത്തേക്ക് എടുത്ത 2 ഇഞ്ചുമായിട്ട് കൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കിനി ഇതിനെ നമ്മുടെ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ടിലോ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് നമ്മുടെ മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുത്തേക്കുന്നത് 30 ഇഞ്ചസാണ്. ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരാളുടെ അളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. ബാക്ക് നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ ഫ്രണ്ട് മാത്രം നമ്മൾ ആ വരച്ചെടുത്ത് ആ ഡ്രാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം. ശ്രദ്ധിക്കണം, ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാനിവിടെ 2 തുണി ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഫ്രണ്ട് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. രണ്ടും ഒരുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെ അത് ജോയിൻ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ല 2 സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്കിലല്ലേ കുറച്ച് പിന്നെയും പുതിയ വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പോർഷൻ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ആകെ ഇതിൽ രണ്ടിലും തമ്മിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഓൺ ഫോൾഡ് ചെയ്തെടുത്ത് 4 ഇഞ്ചും പുറത്തേക്ക് നമ്മൾ ഈ അങ്കരയ്ക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യും. പക്ഷേ അത് വേണ്ട. ബാക്കിലേക്ക് വരുമ്പോൾ കോളർ മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ പോലത്തെ കോളർ മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിലെ ആ ഒരു കർവ് ഒഴിവാക്കിയിട്ട് ബാക്ക് പോർഷനിൽ കോളർ മാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് കോളറിൻ്റെ ആ പോർഷൻ, ഷോൾഡറും കോളറും വരുന്ന അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേറെ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ കാരണം റെഡ് നൂല് വെച്ചിരിക്കുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് വൈറ്റ് വെച്ചിട്ട് കേട്ടോ, റെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വൈറ്റ് നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. നമ്മുടെ ഷോൾഡറും അതുപോലെ നമ്മുടെ കോളറും വരുന്ന ആ ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ നമ്മുടെ ലൈനിങ് മെറ്റീരിയലും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല വശവും രണ്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും അതുപോലെ ലൈനിങ് ക്ലോത്തിൻ്റെയും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ആ ചീത്തയായ വശത്തിലൂടെ നമ്മൾ കോളറ് അതുപോലെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴിതാ ഇതുപോലെ നമ്മൾ നല്ല വശവും ഒരുപോലെ വെച്ചിട്ട് നമ്മളിതാ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മളിപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇതിനെ തിരിച്ചെടുത്തതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നേരെ റിവേഴ്സ് ചെയ്തെടുക്കാം. അങ്ങനെ റിവേഴ്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തിട്ട് അതിനെ നമുക്ക് സെക്യൂർ ആക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ സൈഡുള്ളതെല്ലാം നമുക്ക് ഇൻവിസിബിളായിട്ട് സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി ഞാനിത് നമ്മുടെ ഈ കാണുന്ന ഈ ഓപ്പൺ ആയിട്ടുള്ള പോർഷനെല്ലാം അകത്തേക്ക് മടക്കി വെച്ചിട്ട് രണ്ട് സൈഡും അകത്തേക്ക് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തോട്ട് നമുക്ക് വേറെ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ഇൻവിസിബിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഞാൻ ടോപ്പ് സ്റ്റിച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം നോക്കി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടോ, ഇതുകൊണ്ട് ഒരു സ്റ്റിച്ച് പോലും നമുക്ക് പുറത്ത് കാണാനില്ല. അപ്പോൾ ഇനി നമുക്കിതിന് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഇനി രണ്ട് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഫിനിഷിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഇതൊരു നീ ലെങ്ത്ത് വരെ വരുന്നൊരു ടോപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആൾ വീട്ടിലിരിക്കാറില്ല. അതുകൊണ്ട് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. രാത്രി മാത്രം വീട്ടിൽ വരുന്നത് കൊണ്ടാണ് ഈ രാത്രി ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.